ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഡോക്ടർ സൗമ്യ സരിൻ തന്റെ UK യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ വെളിപ്പെടുത്തലിന് പുതിയ തലങ്ങൾ. മിസ്റ്റർ ബി എന്ന വിശേഷണത്തോടെ UK മലയാളിയായ ബുക്കിംഗ് ഏജന്റ് യാത്രയുടെ പേരിൽ വാങ്ങിച്ചെടുത്ത 4000 പൗണ്ട് മടക്കി കിട്ടുന്നതിന്റെ ഭാഗമായി സൗമ്യ നടത്തിയ ഫേസ്ബുക്ക് ലൈവ് വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. വെളിപ്പെടുത്തൽ 4 ദിവസങ്ങൾ പിന്നിടുമ്പോഴും വിവാദം മങ്ങുന്നതിന് പകരം കരുത്തു നേടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഫേസ്ബുക്കിൽ 7.5 ലക്ഷത്തോളം പേരും ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷത്തോളം പേരും ഫോളോ ചെയ്യുന്ന സൗമ്യ സമകാലിക സംഭവങ്ങളിലെല്ലാം അഭിപ്രായം പറയുന്ന വ്യക്തി കൂടിയായതിനാൽ സ്വയം ചതിക്ക് ഇരയായി എന്ന വെളിപ്പെടുത്തൽ വിശ്വസിക്കാനാകാതെയാണ് സോഷ്യൽ മീഡിയ ലോകം ഏറ്റെടുത്തത്. സൗമ്യ ആരാണ് തന്നെ ചതിച്ചതെന്ന് വെളിപ്പെടുത്തിയില്ലെങ്കിലും സൗമ്യ പറയുന്ന കാര്യങ്ങൾക്ക് പിന്നിലുള്ള UK മലയാളിയെ കണ്ടെത്തിയ വിവരവുമായാണ് പിറ്റേന്ന് മറുനാടൻ മലയാളി പുറത്തിറങ്ങിയത്. സൗമ്യ കൂടുതൽ വെളിപ്പെടുത്തലും തെളിവുകളും നൽകുമ്പോൾ മിസ്റ്റർ ബി പ്രതിരോധത്തിലേക്ക്. എന്നാൽ സൗമ്യ തന്നെ വഞ്ചിച്ച വ്യക്തിയുടെ പേര് നിയമപരമായി പറയാതിരുന്നതിനാൽ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ മറുനാടനും സ്വീകരിക്കുന്നത്. എന്നാൽ ആരാണ് മിസ്റ്റർ ബി എന്നതിലേക്ക് വ്യക്തമായ സൂചന ലഭിക്കും വിധം നൽകിയ വാർത്ത പുറത്തു വന്നതോടെ മിസ്റ്റർ ബി തന്നെ നേരിട്ട് മറുനാടനെ ബന്ധപ്പെട്ടു. തുടർന്ന് അയാൾ നൽകിയ ചില വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളുടെ അടിസ്ഥാനത്തിൽ സൗമ്യ പറയാതെ പോയ കാര്യങ്ങളടക്കം ഇരുവരും തമ്മിലുള്ള വിവാദത്തിൽ ഇഴചേർന്നിട്ടുണ്ട് എന്നതിനാൽ മിസ്റ്റർ ബി പറഞ്ഞ കാര്യങ്ങളും മറുനാടൻ അയാളുടെ ഭാഗമായി വെളിപ്പെടുത്തുന്നു. ഇതോടെ ആര് പറയുന്നതിനാണ് കൂടുതൽ വാസ്തവം എന്ന ചർച്ചയായി മലയാളികൾക്കിടയിൽ. പ്രത്യേകിച്ചും സൗമ്യ പേര് പറയാതിരിക്കുകയും ആരോപണ വിധേയനായ വ്യക്തി തന്റെ മറ നീക്കി പുറത്തു വരാതിരിക്കുകയും ചെയ്തതോടെ സൗമ്യ കൂടുതൽ സമ്മർദ്ദത്തിലായ സാഹചര്യത്തിലാണ് തന്നെ ചതിച്ച വ്യക്തിയെ ഒറ്റപ്പെടുത്താൻ UK മലയാളികൾ തയ്യാറാകണം എന്ന അഭ്യർത്ഥനയോടെ അവർ മറുനാടന്റെ സഹായം തേടിയത്. മാത്രമല്ല, താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിവുകളുമായി മുന്നിലെത്താൻ മിസ്റ്റർ ബിയെ വെല്ലുവിളിക്കാൻ കൂടിയാണ് സൗമ്യ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. സൗമ്യയെ പ്രതിരോധത്തിലാക്കുക എന്ന ഉദ്ദേശത്തോടെ ഇതിനിടയിൽ മിസ്റ്റർ ബി മറ്റു പോസ്റ്റുകൾ ഒന്നും ഇല്ലാത്ത ഒരു യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ആരംഭിച്ചതും വിവാദം കടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. ഇക്കാര്യവും മറുനാടൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ആവശ്യമില്ലാത്ത തലങ്ങളിലേക്ക് ഈ വിവാദം എത്തിക്കുകയാണ് മിസ്റ്റർ ബിയുടെ ഗൂഢോദ്ദേശം എന്നത് ബോധ്യമായതോടെയാണ് സൗമ്യ ദുബായിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയുടെ തിരക്കിനിടയിലും മറുനാടൻ മലയാളിയെ ബന്ധപ്പെട്ട് വിവാദവുമായി കൂടിച്ചേർന്ന സംഭവങ്ങൾ കൂടുതൽ കൃത്യതയോടെ വെളിപ്പെടുത്തിയത്. ഒപ്പം മിസ്റ്റർ ബി ആരോപിച്ച കാര്യങ്ങളോട് വ്യക്തമായ മറുപടിക്കും സൗമ്യ തയ്യാറായി. കാര്യങ്ങളെ പൊതുവായ നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച മിസ്റ്റർ ബി വസ്തുത വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ തർക്കത്തിൽ പൊതുസമൂഹത്തിലെത്തിക്കാൻ തയ്യാറായത് എന്നാണ് സൗമ്യ നൽകുന്ന തെളിവുകൾ സംസാരിക്കുന്നത്. രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടി കൂട്ടിക്കലർത്തി സംസാരിക്കാൻ തയ്യാറാകുന്ന മിസ്റ്റർ ബി കാര്യങ്ങളെ സാമ്പത്തിക തട്ടിപ്പിന്റെ തലത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം കൂടിയാണ് നടത്തുന്നത് എന്ന് സൗമ്യ വിശദീകരിക്കുന്നു. ഇപ്പോൾ താൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അംഗമാണ് എന്ന വെളിപ്പെടുത്തൽ നടത്തുന്ന മിസ്റ്റർ ബിക്ക് യാതൊരുവിധ രാഷ്ട്രീയ സംരക്ഷണവും നൽകരുത് എന്ന അഭ്യർത്ഥനയും സൗമ്യ സംഘടനാ നേതൃത്വത്തോട് നടത്തുന്നു. വിവിധ സംഘടനാ ഭാരവാഹികളെ നേരിട്ട് വിളിച്ചും സൗമ്യ ഈ അഭ്യർത്ഥന നടത്തുന്നുണ്ട്.